വെൽക്കം ടു നാത്തോൺസ് സ്പൈസ് ക്ലബ്. ഇന്ന് നമ്മളിവിടെ നമ്മുടെ വീട്ടിലല്ല, ഇത് നമ്മളൊരു വെക്കേഷൻ ഹോം റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ ഹോം എന്ന് പറഞ്ഞൊരു ക്യാബിൻ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് പൊതുവേ മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കേക്ക് ഉണ്ടാക്കാൻ നേടി വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെച്ചസ് കേക്ക് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റെസിപ്പി നമുക്കൊന്ന് ഷെയർ ചെയ്യാം അല്ലേ? ആദ്യം നമുക്ക് ഓവൻ ഒരു 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. 350. നമ്മൾ ഈ ഗ്ലാസിൻ്റെ പൈറക്സിൻ്റെ പാനിലാണ് നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ബട്ടറൊക്കെ ഒന്ന് പുരട്ടി വെക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ പാൻ 9x13 ഇഞ്ചിൻ്റെ ഒരു ഗ്ലാസ് പാനാണ്. കാരണം നമ്മൾ ഇതിനകത്ത് മിൽക്കിൽ സോക്ക് ചെയ്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഗ്ലാസ് പാൻ ചൂസ് ചെയ്തത് കേട്ടോ. പിന്നത്തേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം മിക്സ് ചെയ്യാം. അതിനകത്തേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, അത്രയാണ് ആവശ്യമുള്ളത്. പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ഉപ്പുമാണ് വേണ്ടത്. ഞാൻ എൻ്റെ കയ്യിൽ ടീസ്പൂൺ ആയതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് തവണ ഇങ്ങനെ ഇടുന്നതായിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് ബേക്കിംഗ് പൗഡറും സോൾട്ടും, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ സോൾട്ട്, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് വിസ്ക് ചെയ്തെടുത്താൽ മതി. ഇവിടെ വിസ്ക് ആദ്യം നോക്കിയപ്പോൾ കണ്ടില്ല, കുറച്ച് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ 5 മുട്ടയാണ് എടുത്തത്. 5 മുട്ടയുടെ മഞ്ഞ ഇലയ്ക്ക് നമ്മൾ ആദ്യം ഒരു 3/4 കപ്പ് ഷുഗർ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ബട്ടറോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ലെവനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എഗ് വൈറ്റ്സ് ആണ്. അപ്പോൾ എഗ് വൈറ്റ് വെച്ചിട്ട് ബട്ടറോ ഓയിലോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ മിൽക്കൊക്കെ സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഡേ ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു അധികം ഇങ്ങനെ ബേക്കിങ്ങിനെ കുറിച്ച് അത്ര വലിയ ധാരണയില്ല. ഇപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ മാത്രമേ ബേക്ക് ചെയ്തിട്ടുള്ളൂ, കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ എങ്കിൽ പോലും അങ്ങനെയുള്ളവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അതെ തന്നെ. അപ്പോൾ ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും കൂടെ കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ്, അതുപോലെ തന്നെ 1/3 കപ്പ് സാധാരണ പാല്, ഹോൾ മിൽക്കാണ് യൂസ് ചെയ്യേണ്ടത്. അതും കൂടെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചില്ലേ, നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലവറും ബേക്കിംഗ് പൗഡറും സോൾട്ടും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അല്ലാതെ നമ്മളിനി എഗ് വൈറ്റ്സ് സെപ്പറേറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കും. അപ്പം നമ്മുടെ കേക്ക് നല്ലൊരു സ്പോഞ്ചി ടെക്സ്ചറാണ് കേക്കിന്. അപ്പോൾ ബട്ടറും ഓയിലും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ടെക്സ്ചറിലാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പ്ലം കേക്ക് അതിൻ്റെ റെസിപ്പി കാണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഗ് വൈറ്റ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ബീറ്റ് ചെയ്ത് ചേർക്കുന്നതോടെ നമ്മുടെ കേക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലം കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എഗ് വൈറ്റ് എപ്പോഴും ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. സോഫ്റ്റ് പീക്സ് ആവുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ലോണം സ്റ്റിഫ് ആവുന്ന വരെ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയി പോകാൻ പാടില്ല. സ്റ്റിഫ് ആയിട്ടുള്ള പീക്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്, പക്ഷേ ഡ്രൈ ആയി പോകാൻ പാടില്ല. ഈ 1/4 കപ്പ് ഷുഗർ ഞാൻ കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അത് നല്ല സ്റ്റിഫായിട്ടുള്ള ഒരു എഗ് വൈറ്റ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് നമ്മുടെ ബാറ്ററിലേക്ക് ഭയങ്കര ജെന്റ്ലി ആയിട്ട്, അതായത് ഭയങ്കര സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് കമ്പൈൻ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. എളുപ്പമല്ലേ? പിന്നെ നമ്മൾ ഈ ബൗൾ എപ്പോഴും ഭയങ്കര ഡ്രൈ ആയിരിക്കണം നമ്മൾ ബീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എഗ് വൈറ്റ് ഇതേപോലെ നല്ല ഇതായിട്ട് കിട്ടത്തില്ല. എന്നിട്ട് നമ്മൾ ഈ കേക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഈ ക്യാബിൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പാറ്റുല ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളാണ് എടുക്കാനും മറന്നുപോയിണ്ടായിരുന്നു. അപ്പം ഞാനിത് കയ്യിൽ വെച്ച് കളക്കുന്ന എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ അങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ സാധനങ്ങൾ കുറവായിരുന്നു. എങ്കിലും നമ്മൾ നല്ല മനോഹരമായിട്ട് തന്നെ വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് കുളമാവുന്നു, പക്ഷെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു.
ഇത് ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ ഇതിന്റെ ഒരു ചോക്ലേറ്റ് റെസ്ലെറ്റ്സിന്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ റെസിപ്പി ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അളവുകൾ കൺഫ്യൂഷൻ വരത്തില്ല. നമ്മൾ നമ്മുടെ മിക്സർ റെഡി ആയി കഴിയുമ്പോൾ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒരു 35 തൊട്ട് 45 മിനിറ്റ് വരെ നമുക്ക് 350 ഡിഗ്രിയിൽ നമ്മൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു ടൂത്ത് പിക്ക് എന്താ പറയുക ക്ലീൻ ആയിട്ട് പുറത്ത് വരുന്നവരെ നമുക്ക് അതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഈ 350 ഡിഗ്രി എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് അല്ലേ? ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ നമ്മുടെ കേക്ക് ദേ ഓവനിലേക്ക് വെച്ചു. ഇനി അത് ബേക്കായി വരട്ടെ. അതെ, 35 മുതൽ 40 മിനിറ്റ് വരെയാണ്. 45 മിനിറ്റ് വരെ. അപ്പോൾ അതേ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല കേക്കാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിറച്ചും തോളയുണ്ടാക്കണം. കാരണം നമ്മൾ 3 ടൈപ്പുള്ള പാലിൽ മുങ്ങിക്കിടന്നിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഫോർക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നിറച്ചും തോളയുണ്ടാക്കി കൊടുക്കാം. അപ്പൊ എന്നിട്ടാണ് നമ്മുടെ ആ പാലിന്റെ മിക്സ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാലിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് പിറ്റേ ദിവസം ആ കേക്ക് എടുത്ത് കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന പാലുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ കണ്ടൻസ്ഡ് മിൽക്കിന്റെ ഒരു ക്യാൻ, അതുപോലെ തന്നെ ഇവാപറേറ്റഡ് മിൽക്കിന്റെ ഒരു ക്യാൻ, അതുപോലെ തന്നെ ഹെവി ക്രീം. അപ്പോൾ അതിന്റെ അളവുകൾ എന്ന് പറഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ക്യാനായിട്ട് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഇവാപറേറ്റഡ് മിൽക്കും ഹെവി ക്രീം 1/4 കപ്പാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഈ 3 തരം പാലിൻ്റെ അകത്ത് അത് നന്നായിട്ട് വിസ്ക് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ തുളച്ച് വെച്ചിരിക്കുന്ന കേക്കിനകത്തേക്ക് ഇങ്ങനെ പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കണം. അത് ഒറ്റയടിക്ക് എല്ലാം കൂടി കൊണ്ട് കമത്തരുത്. അപ്പോൾ നമ്മൾ പാല് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി നന്നായി മിക്സ് ആവണം ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ച് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ കുറച്ചുകൂടെ തിക്കായിട്ടുള്ളത്. അപ്പം എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആയി വരണമെങ്കിൽ നന്നായിട്ടൊന്ന് വിസ്കിൽ മിക്സ് ചെയ്തിട്ട് അല്പാൽപമായിട്ട് നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, കേക്ക് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ തുളയിട്ടതും ഇതുപോലെ തന്നെ ഈ പാലിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ കുറേശ്ശെ 1/4 കപ്പിലാണ് ഒഴിച്ചിട്ട് അത് ഇങ്ങനെ ആ കേക്ക് അപ്പോഴേക്കും ഇങ്ങനെ അതിനെ വലിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ കേട്ടോ. ഈ കേക്കിന്റെ മുകൾ ഭാഗം തുടങ്ങി അടിഭാഗം വരെ ഒരേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആ ഒരു പാലിന്റെ ഒക്കെ മധുരമൊക്കെ വന്ന് നല്ല നല്ല അടിപൊളി കേക്കാണ്. നമുക്കിങ്ങനെ എത്രത്തോളം കഴിക്കണം ഇങ്ങനെ കഴിച്ച് എന്താ പറയാ കൊതി തീരുന്നയിടം വരെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഈ കേക്കിനെ നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ നമുക്ക് 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. പക്ഷെ ഒരു ദിവസം ഒരു നൈറ്റൊക്കെ വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പൊ നമ്മൾ വെച്ചത് ഒരു നൈറ്റാണ്. അത് ഞങ്ങൾ തലേദിവസം രാത്രി ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിലാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ പിറ്റേ ദിവസം അതിൻ്റെ പുറത്തേക്ക് ഹെവി ക്രീം വിപ്പ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഹെവി ക്രീമും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൂടിയിട്ടാണ് വിപ്പ് ചെയ്ത് ചേർത്തത്. ഒരു പിഞ്ച് ഹെവി ക്രീമാണ് യൂസ് ചെയ്തത്. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് തിക്കാവുന്നവരെ അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പാകത്തിനാവില്ലേ, അതുവരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് തേച്ച് കൊടുത്തു. നമ്മുടെ കയ്യിൽ അലങ്കരിക്കാനുള്ള വലിയ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ സ്പൂൺ വെച്ച് തന്നെ ഒരു ചെറിയ അലങ്കാരപ്പണികളാണ് നടത്തിയുള്ളൂ. അപ്പൊ ഈ പറയുന്ന ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ആ കേക്ക് തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ കാണുന്നതിലൊരു ഭംഗി, പിന്നെ വിപ്പിംഗ് ക്രീം ഒക്കെ തിന്നുമ്പോൾ ഒരു ക്രീം കേക്ക് തിന്ന ഒരു ഫീലിംഗ് കൂടെ വരും. അതെ, അതുകൊണ്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീം വെക്കുന്നത്. നമ്മൾ ചോക്ലേറ്റ് റെസ്ലെച്ചസ് ആകുമ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ഉണ്ടാവുക. അതെ, നമ്മൾ അതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് സെർവ് ചെയ്യാൻ നേരത്ത് കുറച്ച് സ്ട്രോബെറീസ് അല്ലെങ്കിൽ ചോപ്ഡ് ചെറീസ് ഒക്കെ വെച്ചിട്ട് അലങ്കരിക്കുക. അതുപോലെ സിന്നമണിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് സിന്നമൺ പൗഡറിനകത്ത് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ഇവിടെ സിന്നമണിന്റെ ടേസ്റ്റ് അത്രയും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തില്ല കേട്ടോ. ഞങ്ങൾ അതിന് പകരം സ്ട്രോബെറീസ് ആണ് ഇതിന്റെ മുകളിൽ വെച്ച് അലങ്കരിച്ച് കഴിച്ചത്. അപ്പോൾ നമ്മുടെ സ്പ്രെഡ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഇനി അത് കേക്കിന്റെ മേളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ തടിയുടെ തവി കൊണ്ടാണ് കേട്ടോ സ്പ്രെഡ് ചെയ്യണത്. കാരണം സ്പ്രെഡ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുപോകുന്നുമില്ല, ഇവിടെ ഉണ്ടായിരുന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണിത്. ആ കേക്ക് കണ്ടോ ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ മെൽറ്റ് ആയ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അതെ, നല്ലോണം സോക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ സ്പൂൺ വെച്ചിട്ട് എൻ്റെ ഒരു കലാവിരുത് സൃഷ്ടിച്ചതാണത്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ച് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. പാലിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ കേക്ക് പോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മൾ ആ ഒരു പാനിൽ തന്നെ ഏത് പാനിൽ വെച്ചിട്ടാണോ നമ്മൾ പാലൊക്കെ ഒഴിച്ച് സോക്ക് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ട്രോബെറീസോ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്കതിനെ എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യാം. അതെ, ഞാൻ വാക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ഭയങ്കര എമ്മിയായിട്ടുള്ള ലെച്ചസ് കേക്ക്. പാലില് എന്താ പറയാ മുങ്ങിയിരിക്കുന്ന കേക്കാണ്. അത് കഴിക്കാൻ ഒരു ഭയങ്കര ടേസ്റ്റാണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പി ഒന്നല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ബട്ടറും ഓയിൽ പോലും വേണ്ട. അലിഞ്ഞു പോകുന്ന കേക്കാണ്. അതെ തന്നെ, ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതെ, ഇന്ന് തിരിച്ചു പോണ ദിവസമാണ്. ഞങ്ങൾ വരുന്ന ദിവസം വീഡിയോ വരുന്ന ദിവസത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസത്തെ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ നമ്മള് ക്രിസ്മസ് മെനു ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പൊ ഒരുപാട് പേര് നമ്മളത്തെ ക്രിസ്മസ് മെനു വേണ്ടിട്ട് ചോദിച്ചായിരുന്നു നിങ്ങൾ എന്താ വീട്ടിൽ വെച്ച് ചെയ്യാതിരുന്നെന്നുള്ളത്. നമ്മള് അറിയാലോ, ഞങ്ങൾ വളരെ കുറച്ച് ദിവസത്തേക്കാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്രിസ്മസ് മെനു കാണിക്കുകയും ചെയ്യണം, നമുക്ക് വെക്കേഷൻ ഹോമിൽ പോവുകയും ചെയ്യണം. എല്ലാം കൂടെ വന്നതുകൊണ്ട് ഞങ്ങൾ എഴുതി ഇവിടെ വെച്ച് അങ്ങ് ക്രിസ്മസ് മെനു അങ്ങ് തയ്യാറാക്കാം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസം നമുക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ. കാരണം ക്രിസ്മസിന് മുന്നേറ്റാണെങ്കിലല്ലേ നിങ്ങൾക്ക് അത് ഉണ്ടാക്കി നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെയാണ് ക്രിസ്മസ് മെനു ഫുള്ള് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാബിനിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇതിന് മുമ്പ് നിങ്ങളിവിടെ പോയിട്ടുണ്ടല്ലേ? അപ്പോൾ ആ ഒരു ക്യാബിനാണിത്. അപ്പോൾ നമ്മൾ ക്യാബിനിൽ നിന്ന് പോകുന്നു. നമ്മൾ രാവിലെ ചായ ഫുഡൊന്നും കഴിച്ചില്ല. നമ്മൾ പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് ഇവിടുത്തെ അമേരിക്കയിലെ ഏകദേശം ഒരു നാടൻ ചായക്കടയുടെ സാദൃശ്യമുള്ള ഒരു കടയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ താമസിച്ച ക്യാബിന്റെ ഫ്രണ്ടിൽ നല്ല നദിയായിരിക്കില്ലേ അത്? ഒരു നദിയുണ്ട്. അതെ, നല്ല ഭംഗിയുള്ള നദിയൊക്കെയാ, പക്ഷെ ഭയങ്കര തണുപ്പാ. ഞങ്ങൾ വന്നപ്പോൾ വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു, അവിടെ പോകണം, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ. പക്ഷെ തണുപ്പ് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളതുകൊണ്ട് രാവിലെ എടുക്കാൻ നേരത്തെ രാവിലെ നടന്നില്ല, നല്ല തണുപ്പോടെ. രാത്രി ചെറിയൊരു മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അസുഖം പിടിപ്പിക്കരുതല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ചായ കുടിക്കാൻ, അല്ലെങ്കിൽ കോഫി കുടിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല സീനറിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാം. അപ്പം നമുക്കിനി ചായക്കട ചെന്നിട്ട് കാണാം. നമ്മള് നല്ല തണുപ്പാണ്. ഞങ്ങൾ വേഗം അതിന്റെ അകത്തേക്ക് ഇറക്കാം, കാറ്റും ഉണ്ട്. Good, how are you? Hanging in. There are 2 more for you guys with some drink menus as well, okay? Okay. ഈ കടയുടെ ആംബിയൻസ് ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മുടെ ഒരു കുറേ ഇങ്ങനെ എന്താ പറയുക, ചായക്കട നമ്മുടെ ഈ കടയുടെ അകത്തിരിക്കുന്ന പോലെ ഉണ്ട് ഇതിൻ്റെ ഒരു ആംബിയൻസ്. ഇങ്ങനത്തെ കടകൾ കുറവല്ലേ ഈ ഒരു ആംബിയൻസ്. പിന്നെ ക്രിസ്മസ് ആയില്ല, അതുകൊണ്ട് ഫുള്ളിങ്ങനെ ക്രിസ്മസ് തീമിലാണ് ഇതിൻ്റെ അകവും പുറവും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഫോൾ സീസൺ വന്നിട്ടുണ്ടായിരുന്നു. ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ചെറിയൊരു സ്റ്റേജ് പോലെ ഒക്കെ. അപ്പോൾ എനിക്കൊന്ന് ചിലപ്പോൾ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പാട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കുക? ഇവിടെ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ലേ കിട്ടത്തുള്ളൂ. എനിക്ക് ഈ കട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ വന്ന വഴി നമ്മൾ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു നമ്മുടെ ഈ കടയുടെ ആ ഒരു ആംബിയൻസ്. ഇവിടെ വരുന്ന എല്ലാവരെയും പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഇതിൻ്റെ ഒരു ആംബിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് തീം അവർ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാൽ അതെല്ലാം ഭയങ്കര യുണീക്കായിട്ടുള്ള ഭയങ്കര ഭംഗിയുള്ള കുറേ തീമുകളിലാണ് അവർ ഓരോ സെക്ഷനും ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നല്ലൊരു സോഫ്റ്റ് മ്യൂസിക്കും. അതെ, നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആയിരുന്നു ഇതിൻ്റെ.
നമ്മൾ ചായ ലാറ്റയാണ് ഓർഡർ ചെയ്തേക്കണത്. അതെ, നമ്മുടെ ചായ പോലെ ആയിരിക്കുമെന്ന് അറിയില്ല. അതെ, ഒരു ഓപ്ഷൻ കണ്ടിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പ്ലാറ്റർ. എല്ലാവരും അതാണ് എടുത്തത്. അതാണോ വേണ്ട? ഞങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളത് എല്ലാവരും സെയിം തന്നെയാണ് ഓർഡർ ചെയ്തത്. പോലെ എഗ്ഗും ബേക്കണും അങ്ങനെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം പോലെ തന്നെയാണ്. മസാലയൊക്കെ ഇട്ട പോലത്തെ ചായ. ഇതൊക്കെ വെച്ചാൽ നമ്മുടെ ബേക്കണും എഗ്ഗും ടോസ്റ്റഡ് ബ്രെഡ് പിന്നെ ഫ്രൈഡ് പൊട്ടറ്റോസ്. ഇതിനകത്ത് നമുക്ക് ഞാൻ സ്ക്രാമ്പിൾഡും ചേച്ചി സണ്ണി സൈഡാണ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫുഡിൽ ബേക്കണുണ്ട്, ഫ്രൈഡ് പൊട്ടറ്റോ ഉണ്ട്, ടോസ്റ്റ് അല്ലേ ചേച്ചി ഇത്? ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്. ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്, മുട്ടയുണ്ട്. ഞങ്ങൾക്ക് സ്ക്രാമ്പിൾഡ് മുട്ടയാണ്, ചേച്ചിക്ക് ബുൾസൈ. നമ്മുടെ നാട്ടിലെ ബുൾസൈ പോലെ, അവരുടെ കുറച്ചുകൂടെ വെന്ത് സ്ക്രാമ്പിൾഡ് പോലെയാണ്. ശരിക്കും സ്ക്രാമ്പിൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ട പൊരിച്ച പോലെ ഉണ്ട് അല്ലേ? എനിക്ക് പക്ഷെ ബുൾസൈ അത്ര ഇഷ്ടമുള്ള ആളല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്. ഇവിടെ കുറേ ടീമുകളുണ്ടല്ലേ. ഇവിടെ പോസ്റ്റ് ഓഫീസ്, അവിടെ ഓരോ അതിലേക്ക് എന്താ വെച്ച് പറയാം. പിന്നെ അതുപോലെ കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ എന്തായിരിക്കും ഇതൊരു മാർക്കറ്റ് പോലെ, ചെറിയൊരു മാർക്കറ്റ് പ്ലേസ് പോലെ. സോപ്പുകൾ, കാൻഡിൽസ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി വീഡിയോസൊക്കെ എടുക്കണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി. ഭയങ്കര ക്ഷീണമായിരുന്നു അല്ലേ? അതെ, വണ്ടി കയറിയ പാടെ ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങി. ഫുഡൊക്കെ തിരിച്ചു തന്നെ വിഷമവും. അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ വന്ന് വണ്ടി നിർത്തിയപ്പോഴാണ് ഞങ്ങൾ കണ്ണു തുറന്നത്. ഇവിടുന്ന് ഒരു 3.5-4 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചിറക്കി വെച്ചു. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? അതെ. അപ്പം ഞങ്ങളുടെ ക്യാബിൻ വിശേഷങ്ങളും അതേപോലെ തന്നെ എമ്മി ആയിട്ടുള്ള ലെച്ചസ് കേക്ക് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും ഇഷ്ടമാവും. എന്നിട്ട് എനിക്ക് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.